മണിപ്പൂർ കലാപത്തിലേക്ക് രാഷ്ട്രീയ ശക്തികൾ കടന്നുവന്നപ്പോൾ കലാപം രൂക്ഷമായെന്നും വൈദികർ ഉൾപ്പെടെ നിരവധി പേർ ആക്രമിക്കപ്പെട്ടുവെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി KCBCയുടെ നേതൃത്വത്തിൽ മണിപ്പൂരിന് വേണ്ടി നടത്തിയ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ. മണിപ്പൂരിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടും കലാപത്തിൽ കൊല്ലപ്പെടുകയും ഭവനങ്ങളും സ്വത്തുവകകളും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടിവരികയും ചെയ്ത സഹോദരീ സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് KCBCയുടെ നേതൃത്വത്തിൽ വല്ലാർപാടം മരിയൻ തീർത്ഥാടന ബസിലിക്ക ദേവാലയത്തിൽ പ്രാർത്ഥനയും മെഴുകുതിരി പ്രദക്ഷിണവും നടന്നു. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് തുടക്കമായി. മണിപ്പൂർ കലാപത്തിലേക്ക് രാഷ്ട്രീയ ശക്തികൾ കടന്നുവന്നപ്പോൾ കലാപം രൂക്ഷമായെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സന്ദേശത്തിൽ പറഞ്ഞു. വംശീയ കലാപമായിട്ട് ഗോത്രങ്ങൾ തമ്മിൽ ആരംഭിച്ചു എന്ന് വരികിലും പിന്നീട് ആ സംഭവത്തിലേക്ക് രാഷ്ട്രീയ ശക്തികളും മതപരമായ സ്ഥാപിത ലക്ഷ്യങ്ങളുള്ളവരും കടന്നു എന്ന് കലാപം രൂക്ഷമാക്കിയിരിക്കും. അനേകം മരണത്തിന് വിധേയരായി, ചിലർ വധിക്കപ്പെട്ടു. ഞങ്ങളുടെ വൈദിക സഹോദരന്മാരും വധിക്കപ്പെട്ടവരിൽ ഉണ്ട്. ഇപ്രകാരം അവിടെ പീഡനങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ക്രൈസ്തവ സ്ഥാപനങ്ങളും ആക്രമണത്തിന് വിധേയമായി. വ്യഥിതമായ ഒരു ക്രൈസ്തവ സമൂഹമാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഉള്ളത്. ഞങ്ങൾ ഈ ഭാരതത്തിലുള്ള എല്ലാ ക്രൈസ്തവരും മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും ഇതിൽ ദുഃഖിക്കുന്നു. അങ്ങയുടെ മക്കൾ എവിടെയായാലും പീഡനത്തിന് വിധേയരാകുമ്പോൾ ഞങ്ങൾ ആ ദുഃഖം സ്വയം പങ്കിടുകയാണ് ചെയ്യുന്നത്. കർത്താവേ, ഇതെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ, അങ്ങറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വരികിലും ഈ കലാപകലുഷിതമായ മണിപ്പൂരിലെ അന്തരീക്ഷത്തിൽ ക്രൈസ്തവരായ ഞങ്ങളുടെ രോദനങ്ങൾ അങ്ങ് കേൾക്കുമാറാകണമേ. ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. അവിടെ പീഡനത്തിന് വിധേയരായവർക്ക്, അവിടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് അങ്ങ് നിത്യാശ്വാസം കൊടുക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പീഡകൾ സഹിക്കുകയും മരിക്കുകയും ചെയ്ത അനേകം ഞങ്ങളുടെ സഹോദരങ്ങൾ രക്തസാക്ഷികളായതിൻ്റെ ഫലമായിട്ടാണല്ലോ ഓരോ രാജ്യത്തും സഭ ഉറച്ച് വളർന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു വസ്തുത ഞങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുമ്പോഴും കർത്താവേ, ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് മണിപ്പൂരിലെ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന കലാപങ്ങൾക്ക് അധീനരായി തീർന്നിട്ടുള്ളവരുടെ ആശ്വാസമാണ്. നിങ്ങളുടെ ദയാപൂർവം കനിഞ്ഞരുളണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. മണിപ്പൂരിൽ അരങ്ങേറുന്ന പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും മണിപ്പൂരിൽ സമാധാനം സംജാതമാകാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനാണ് ബിഷപ്പുമാർ വല്ലാർപാടത്തെത്തിയതെന്ന് സന്ദേശത്തിൽ KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞു. മണിപ്പൂരിൽ അരങ്ങേറുന്ന പീഡനങ്ങളും അക്രമങ്ങളും ക്രിസ്തീയ കുടുംബങ്ങളുടെ മേൽ വന്നു ഭവിക്കുന്ന വലിയ യാതനകളുമെല്ലാം വേദനയോടെ സംഗ്രഹിച്ച് അവിടെയുള്ള ക്രൈസ്തവ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹീതമായ സവിധത്തിൽ നാം പ്രാർത്ഥനയ്ക്കായി എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് നമ്മുടെ സമ്മേളനം ആരംഭിച്ചത്. ഇന്നലെ അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ പിതാവിനോട് ഇങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. വല്ലാർപാടത്ത് ബസിലിക്കയിൽ അല്പസമയം അഭിനന്ദ പിതാക്കന്മാർ ഒരുമിച്ച് മണിപ്പൂരിലെ ക്രൈസ്തവ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അഭിനന്ദ പിതാവ് അതിന് വളരെ പെട്ടെന്ന് ക്രമീകരണങ്ങൾ ചെയ്തു. ഈ ബസിലിക്കയുടെ റെക്ടർ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനെ അക്കാര്യങ്ങൾ ചുമതലപ്പെടുത്തി അനുഗ്രഹീതമായ നിലയിൽ അദ്ദേഹവും ഈ ഇടവകാംഗങ്ങളും വരാപ്പുഴ അതിരൂപതയും
അത് ക്രമീകരിച്ചു. കേരള സഭയുടെ നാമത്തിലുള്ള ഹൃദയംഗമമായ നന്ദി അഭിമന്യ ആർച്ച് ബിഷപ്പ് തിരുമേനിയെ ഞാൻ സന്തോഷത്തോടുകൂടി അറിയിച്ചുകൊള്ളട്ടെ. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ മണിപ്പൂരിൽ അനുഭവിക്കുന്ന വേദനകളുടെ കാര്യം സങ്കടത്തോടെ ഉണർത്തിക്കാനും നമ്മുടെ കൂട്ടായ്മയെ ബലപ്പെടുത്താനുമാണ്. മണിപ്പൂരിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടും കലാപത്തിൽ കൊല്ലപ്പെടുകയും ഭവനങ്ങളും സ്വത്തുവകകളും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്ത സഹോദരീ സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വല്ലാർപാടം മരിയം ബസിലിക്ക ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിലും മെഴുകുതിരി പ്രദക്ഷിണത്തിലും ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ വഴി അങ്ങ് ഞങ്ങൾക്കും ഭാരതത്തിലെ ക്രൈസ്തവർക്കും മണിപ്പൂരിലെ മാനവ സമൂഹത്തിനും നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സർവശക്തനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഷെക്കിന ന്യൂസ്, കൊച്ചി.